നമസ്കാരം. കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ എന്ന യാത്രാ പരമ്പരയുടെ ഭാഗമായി ഇന്ന് ഞങ്ങൾ യാത്ര പോകുന്നത് പാലക്കാടിലെ മലമ്പുഴയിലേക്കാണ്. മലമ്പുഴയിലെ വിശേഷങ്ങളാണ് ഇന്നത്തെ ഈ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഏവർക്കും സ്വാഗതം. ഈ പുറകിൽ കാണുന്ന മലയുടെ പേരാണ് കുറുമ്പാച്ചി മല. കുറുമ്പാച്ചി മല ഇപ്പോൾ പേര് മാറി എന്നുള്ളതാണ് ഇവിടെ വന്നപ്പോൾ ഒരു പ്രത്യേകതമായിട്ട് മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഈ അടുത്ത സമയത്ത് കണ്ടല്ലോ, ഒരു ചെറുപ്പക്കാരൻ ട്രക്കിങ്ങിന് പോയി, ബാബു ട്രക്കിങ്ങിന് പോയി, അതിനിടയിൽ കുടുങ്ങിപ്പോയി. ഇന്ത്യൻ എയർഫോഴ്സൊക്കെ വന്ന് റെസ്ക്യൂ ചെയ്തതിന് ശേഷം ഈ കുറുമ്പാച്ചി മല ഇപ്പോൾ ബാബു മലയായി മാറിക്കഴിഞ്ഞു. കാരണം ഇവിടെ ഈ ഏരിയയിൽ വന്ന് ചോദിച്ചാൽ എല്ലാവരും പറയുന്നത് ബാബു മലയാണ്. അത്രയും ആ ചെറുപ്പക്കാരൻ്റെ കാരണം ഈ മലയും പ്രശസ്തമായി എന്നുള്ളതാണ് നമ്മളിവിടെ വന്നപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഞങ്ങൾ മലമ്പുഴയിലേക്ക് പോവുകയാണ്. നമ്മൾ കൽപ്പാത്തിയിൽ നിന്നും മലമ്പുഴ ഡാമിൻ്റെ സ്ഥലത്തെത്തിയിരിക്കുകയാണ്. നമുക്കിവിടെ നിന്ന് നോക്കിയാൽ തന്നെ കാണാം, വാക്ക് വേ കാണാം, റോപ്പ് വേ കാണാം, മലമ്പുഴ ഡാമിൻ്റെ ഷട്ടറുകളും കാണാം. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഉദ്യാനം വളരെ പോപ്പുലറാണ്. കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡെഫിനറ്റായിട്ട് ഇവിടെ സ്റ്റേ ചെയ്തിട്ട് ഒരു ദിവസം സ്പെൻഡ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ഈ മലമ്പുഴ ഡാമിൻ്റെ ഏരിയയിൽ തന്നെയുണ്ട്. ഇവിടുത്തെ ഉദ്യാനങ്ങൾ വളരെ പ്രശസ്തമാണ്. അതുപോലെ തന്നെ നിങ്ങൾ കാണുന്ന പോലെ ഒരുപാട് ആക്ടിവിറ്റീസും ഉണ്ട്. അപ്പോൾ ഈ മലമ്പുഴ വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം നമുക്കിവിടെ മൊത്തം സ്പെൻഡ് ചെയ്ത് ഫാമിലിയായിട്ട് വന്ന് ശരിക്കും അടിച്ചു പൊളിച്ചിട്ട് പോകാവുന്ന ഒരു സ്ഥലം തന്നെയാണ്. പക്ഷേ ഇവിടെ കയറുന്നതിന് മുമ്പ്, ഈ റോപ്പ് വേയിലൊക്കെ കയറുന്നതിന് മുമ്പ് ഞങ്ങൾ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കവ ഐലൻഡ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ പോയിട്ട് അതും കൂടെ കണ്ടതിന് ശേഷം വന്ന് മലമ്പുഴയുടെ റോപ്പ് വേയിലും ഒക്കെ ഒന്ന് കയറാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഞങ്ങളിപ്പോൾ പോകാൻ പോണത് കവ ഐലൻഡിലേക്കാണ്. കവയിലേക്ക് പോകുന്ന വഴി നല്ല തിക്ക് ഫോറസ്റ്റാണ്. ഇവിടെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്, കടുവയുണ്ട്, ആനയുണ്ട് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ മരങ്ങൾ കണ്ടോ, ഈ കാട്ടു മരങ്ങൾ അത് വളർന്നിരിക്കുന്ന ഒരു രീതിയുണ്ട്. ഇതെല്ലാം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് വഴിയിൽ സാധാരണ ഇറങ്ങിയില്ലെങ്കിലും കാറിലിരുന്നുകൊണ്ട് ഇത് ആസ്വദിച്ച് പോകുന്ന ഒരു ഏരിയയാണ്. ഇത് തിക്ക് ഫോറസ്റ്റാണ്. ഈ ഏരിയ മൊത്തം
കാരണം വന്യമൃഗങ്ങളുള്ള ഒരു സ്ഥലം കൂടിയാണ് ഈ ഇതിലേക്ക് പോകുന്ന വഴി, കവയിലേക്ക് പോകുന്ന വഴി. മലമ്പുഴ ഡാം എന്ന് പറയുന്നത് 24 കിലോമീറ്റർ ചുറ്റളവിൽ ഇങ്ങനെ റിസർവയർ ഉള്ളതാണ്. ഇവിടെയെല്ലാം മലമ്പുഴ ഡാമിൻ്റെ റിസർവയറിൻ്റെ ഭാഗമാണ്. വെള്ളം ഉയർന്നു വരുമ്പോൾ ഇവിടെയൊക്കെ വെള്ളം കയറി നിൽക്കുന്നതാണ്. ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും. വെള്ളം കുറവായതുകൊണ്ടാണ്, കുറച്ച് സ്ഥലത്ത് മാത്രമേ ഉള്ളൂ. ഇനി മഴ പെയ്ത് വരുമ്പോഴത്തേക്കും മൊത്തം ഇതെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ഇങ്ങോട്ട് പോകുന്ന വഴിയിലുള്ള കാഴ്ചകളും അതിമനോഹരമാണ്. നമ്മൾ മലമ്പുഴ വരുമ്പോൾ മലമ്പുഴ അവിടെ മാത്രം നിൽക്കാതെ ഇതിൻ്റെ റിസർവയർ ചുറ്റി ഒന്ന് കാണുന്നതാണ് ഏറ്റവും ഭംഗിയുള്ള കാര്യം. നമ്മൾ മലമ്പുഴ ഡാം സന്ദർശിക്കാൻ വരുമ്പോൾ ഈ റോപ്പ് വേ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. കാരണം ഇതിൽ കയറിക്കഴിഞ്ഞാൽ നമുക്ക് ഡാമിൻ്റെ വ്യൂ കിട്ടും, മലനിരകളുടെ വ്യൂ കിട്ടും, പിന്നെ കാടിൻ്റെ വ്യൂ കിട്ടും, നദികളുടെയും ഈ പാലക്കാട് നദിയുടെയും നല്ലൊരു വ്യൂ ആണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. അതുകൊണ്ട് ഇതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഇതെടുത്തു കഴിഞ്ഞാൽ ഇതിന് 72 രൂപയാണ് ഒരാളിന്. 20 മിനിറ്റ് കൊണ്ട് തിരിച്ചെത്താനും കഴിയും. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് ഇതിൻ്റെ ഗാർഡൻ എന്ന് പറയുന്നത് തന്നെ. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നത്, നമുക്ക് ഈ മലമ്പുഴ ഡാമിൻ്റെ സ്ട്രക്ചർ മൊത്തം കാണാം. ഇത് ഓപ്പൺ ചെയ്യുന്ന എല്ലാം കാണാം. പക്ഷേ ഇപ്പോൾ വെള്ളം കുറവായതുകൊണ്ട് ഇത് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. നമുക്കിതിൻ്റെ മുകളിൽ പോയി കഴിഞ്ഞാൽ മലനിരകളും കാണാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അങ്ങേയറ്റം എത്തുമ്പോൾ 10 മിനിറ്റ് ഇവിടെ നിന്ന് അങ്ങേയറ്റത്ത് പോകാനും 10 മിനിറ്റ് അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനുമാണ് സമയമെടുക്കുന്നത്.
ഇന്നത്തെ കാലാവസ്ഥ നല്ല സുഖമല്ലാത്തതുകൊണ്ട് നേരെ ഇതൊന്നും കാണാൻ പറ്റുന്നില്ലെന്നുള്ളതേ ഉള്ളൂ. ഏതായാലും നല്ല തെളിഞ്ഞ അന്തരീക്ഷത്തിൽ വന്നു കഴിഞ്ഞാൽ കുറേ കൂടെ ബെറ്റർ ആയിരിക്കും. ഇപ്പോഴും അങ്ങനെ ചൂട് ഇവിടെ ഇപ്പോൾ ഏതാണ്ട് 12 മണിയാവാൻ പോകുന്നു ഇവിടുത്തെ സമയം. എന്നിട്ടും അത്ര ചൂടൊന്നും ഇല്ലാത്തത് ഇവിടുത്തെ ഈ മഴയും കുറച്ച് മിസ്റ്റും ഒക്കെ ഉള്ളത് കൊണ്ടാവാം. ഈ ഡാമിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത് 1955-ലാണ്. അതായത് അത്ര പഴക്കമുള്ള ഡാം അല്ലെന്നാണ് ഈ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഈ കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ എന്ന യാത്ര കൊണ്ട് എനിക്ക് മനസ്സിലായത് ധാരാളം ഡാമുകൾ നമ്മൾ ഇതിനിടയ്ക്ക് കണ്ടു. അപ്പോൾ ആ ഡാമിൻ്റെ ഉപയോഗം എന്താണെന്ന് മനസ്സിലായി. ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്നു. അത് കൂടാതെ കാർഷിക മേഖലയ്ക്ക് ഏറ്റവും ഉപകാരപ്രദമായത് ഡാമുകളാണ്. വെള്ളം സ്റ്റോർ ചെയ്ത് നിർത്തിയിട്ട് കാർഷിക മേഖലയ്ക്ക് ആവശ്യമുള്ള വെള്ളം അപ്പോഴപ്പോഴും തുറന്നു വിട്ടിട്ട് അങ്ങനെ കർഷകർക്ക് ഏറ്റവും കൂടുതൽ സഹായം ചെയ്യുന്നതും ഒരുപക്ഷെ ഈ ഡാമുകളാണ്. ഈ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഈ ഡാമുകളുടെ സ്ട്രക്ചർ തന്നെ വ്യത്യസ്തമാണ്. ഒരു ഡാമിൽ നിന്ന് തുറന്നു വിടുന്ന വെള്ളം വേറൊരു ഡാമിൽ ശേഖരിക്കുന്നു, അവിടെ നിന്ന് തുറന്നു വിടുന്ന വേറൊരു ഡാമിൽ ശേഖരിക്കുന്നു. അങ്ങനെ ഒരു ചെയിൻ ആയിട്ടുള്ള ഡാമുകളും നമുക്ക് കാണാൻ കഴിയും. കാരണം അങ്ങനെയാണ് ഈ വാട്ടർ സ്റ്റോറേജ് കൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ കർഷകർക്കും ആവശ്യമായ ജലം ലഭിക്കുന്നത്. ഏതായാലും മലമ്പുഴ വരുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റോപ്പ് വേ യാത്ര എടുത്തിരിക്കുക തന്നെ വേണം. ഇല്ലെങ്കിൽ നമ്മൾ കാണാവുന്നത് പോലെ നടന്നു പോകാനും കഴിയും. പക്ഷേ നടന്നു പോകുമ്പോൾ ഈ വെള്ളത്തിൻ്റെ ജസ്റ്റ് അക്രോസ് ട്രാവൽ ചെയ്യാമെന്നുള്ളതല്ലേ നമുക്ക് കാണാൻ കഴിയുന്നുള്ളൂ. പക്ഷേ ഈ റോപ്പ് വേയിലൂടെ പോയി കഴിഞ്ഞാൽ മരത്തിൻ്റെ മുകളിലൂടെ നമുക്ക് പോകാനും ഇത് മൊത്തം ഒരു പനോരമിക് വ്യൂ നമുക്ക് ലഭിക്കുകയും ചെയ്യും. ഇപ്പോൾ നമ്മൾ മലമ്പുഴ നദിക്ക് മുകളിലോട്ട് വന്നിരിക്കുകയാണ്. മുകളിൽ വന്നു കഴിഞ്ഞാൽ ഈ ഫോറസ്റ്റിൻ്റെ ഏരിയയാണ്. നമുക്ക് കാണാം സൈഡിലും താഴെയുമെല്ലാം മരങ്ങളാണ്. മാത്രമല്ല ഈ വെള്ളം പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന് സ്റ്റോർ ചെയ്യുന്ന സ്ഥലങ്ങളും കാണാം. ചെറിയ അരുവികളിൽ നിന്ന് വരുന്ന വെള്ളമാണല്ലോ ഇവിടെ സ്റ്റോർ ചെയ്യുന്നത്. അങ്ങനെയുള്ള ചെറിയ അരുവികളിൽ നിന്ന് വരുന്ന ജലമാണ് നമുക്ക് ഈ താഴെ കാണുന്നത്. ഇങ്ങനെയുള്ള പല അരുവികളിൽ നിന്ന് വരുന്ന വെള്ളം എല്ലാം ഒരുമിച്ച് സ്റ്റോർ ചെയ്താണ് ഈ മലമ്പുഴ ഡാമിൻ്റെ പ്രവർത്തനം നിലനിർത്തി പോകുന്നത്. നമുക്ക് ഇവിടെ ഇതിൽ വരുമ്പോൾ ഉള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് പോകുമ്പോൾ കുറച്ച് കാടുകൾ കാണാം. തിരിച്ചു വരുമ്പോൾ നമുക്ക് ഈ മലനിരകൾ കാണാം. കോടമഞ്ഞുകൾ ഇറങ്ങി നിൽക്കുന്ന മലനിരകൾ നമുക്ക് മനോഹരമായിട്ട് കാണാം. അത് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ്. ഈ ഒരു ട്രിപ്പ് എടുത്തു കഴിഞ്ഞാൽ ഈ റോപ്പ് വേയിൽ കൂടെ പോയി കഴിഞ്ഞാൽ തികച്ചും രസകരമായ ഒരു യാത്രയാണ് ഈ റോപ്പ് വേയിലുള്ളത്. 20 മിനിറ്റ്സാണ് അവരെടുക്കുന്നത്. 72 രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത്. അതുകൊണ്ട് മലമ്പുഴ വരുന്ന എല്ലാവരും ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് തന്നെയാണ്. കാരണം മൊത്തം ഒരു പനോരമിക് വ്യൂ കിട്ടും.
ഈ ഗാർഡനെല്ലാം ഇപ്പോൾ അവർ മെയിൻ്റനൻസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിയുമ്പോഴത്തേക്ക് ഒരു ദൃശ്യ വിസ്മയം തന്നെയായിരിക്കും ഇതിൽ കൂടെ നമ്മൾ യാത്ര ചെയ്താൽ നമുക്ക് കിട്ടാൻ പോകുന്നത്. ഏതായാലും ഞങ്ങളിതിൻ്റെ റോപ്പ് വേയിലൊരു ട്രിപ്പ് എടുത്തിട്ട് വന്നിരിക്കുകയാണ്. 20 മിനിറ്റാണ് എടുത്തത്. മനോഹരമായ കാഴ്ചകളായിരുന്നു. 2 സൈസ് എഫക്റ്റ് നമുക്ക് കിട്ടുന്നു. ഒന്ന് കാടിൻ്റെയും തിരിഞ്ഞ് വരുമ്പോൾ മലനിരകളുടെയും, സൈഡിലേക്ക് നോക്കുമ്പോൾ നമ്മൾ ഡാമിൻ്റെയും, മറ്റൊരു സൈഡിലേക്ക് നോക്കുമ്പോഴത്തേക്ക് നമ്മളുടെ മലമ്പുഴ പുഴയുടെയും ഒരു നല്ലൊരു പെനോരമിക് വ്യൂ ആണ് നമുക്ക് ഇതിലൂടെ യാത്ര ചെയ്താൽ കിട്ടുന്നത്. ഞങ്ങൾ കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെയുള്ള വിവിധ ടൂറിസ്റ്റ് സ്പോട്ടുകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മൾ ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ വളരെ ബാഡായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇതെല്ലാത്തിനും ഒരു യുണീക്കായിട്ടൊരു കാര്യമുണ്ട്. ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഇത് ആരാ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ DTPC എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ്റെ കീഴിൽ വരുന്നതാണ്. അവരുടെ കീഴിൽ വരുന്ന സ്ഥാപനങ്ങളെല്ലാം യഥാർത്ഥത്തിൽ ഈ നമ്മളെ ടൂറിസം മേഖലയെ താഴേക്ക് വലിച്ചിടുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതിനു മുമ്പും പലപ്പോഴും പറയണമെന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഈ മലമ്പുഴ വന്ന് ഇതും കൂടെ കണ്ടപ്പോഴത്തേക്ക് യഥാർത്ഥത്തിൽ ഇത് അറിയാവുന്ന ആർക്കെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ഈ മലമ്പുഴ എന്ന് പറയുന്ന ഈ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ എത്രയോ ഭംഗിയാക്കാൻ പറ്റുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇത് അത്രയും ഭംഗിയായിരുന്നൊരു സ്ഥലം ഏറ്റവും മോശമാക്കിയിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരുന്നു. നമ്മൾ മലമ്പുഴ ഡാമിൻ്റെ റിസർവയർ ഏരിയയിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ ജലം കുറവായതുകൊണ്ടാണ് നമുക്ക് ഈ താഴെ ഇത്രയും വെള്ളം മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഇവിടം വരെ വെള്ളം നിറഞ്ഞു നിൽക്കേണ്ടതാണ് ഈ മലമ്പുഴ ഡാമിൻ്റെ റിസർവയർ എന്ന് പറയുമ്പോൾ. പക്ഷേ നമുക്കിവിടെ വരുമ്പോൾ ഈ റിസർവയറിൻ്റെ ഭംഗി മാത്രമല്ല, നമുക്ക് ബാക്കിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ആ മലനിരകളും അതിൻ്റെ കോടമഞ്ഞ് വന്ന് നിൽക്കുന്നതും എല്ലാം ഒരു ഫീല് നമുക്ക് എത്രത്തോളം ഇത് ക്യാമറയിൽ എടുത്താലും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ ഇവിടെ വന്ന് നിന്ന് എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ അതിൻ്റെ ഒരു ഫീല് നമുക്ക് കിട്ടത്തുള്ളൂ. എന്നിരുന്നാലും ഇത്തരം സ്ഥലങ്ങളും നമുക്ക് വിസിറ്റ് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് നമ്മളിതെല്ലാം വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. മലമ്പുഴ ഡാമിന് 24 കിലോമീറ്റർ ചുറ്റളവുണ്ട്. അതിൻ്റെ ഒരു സൈഡിലുള്ള റിസർവയറിൻ്റെ അടുത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ ഈ സാധാരണ മലമ്പുഴ കാണാൻ വരുന്നതിന് ഫ്രണ്ട് സൈഡ് കണ്ടിട്ട് പോകുന്നത്. അത് മാത്രമല്ല, ഇതിന് 2-3 സൈഡുകളിൽ വന്നു കഴിഞ്ഞാൽ ഇതിന് മനോഹരമായ വ്യൂസ് കിട്ടും. ശരിക്കും വെള്ളം ഉള്ള സമയത്താണെങ്കിൽ ഇവിടം വരെ വെള്ളം വന്ന് നിൽക്കേണ്ടതാണ്. ഇപ്പോൾ വെള്ളം കുറവായതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെയൊക്കെ ഇതെല്ലാം കാണാൻ കഴിയുന്നത്. പണ്ട് ഉണ്ടായിരുന്ന കാടുകളുടെ മുകളിലാണ് ഈ വെള്ളം കെട്ടി നിൽക്കുന്നതെന്ന് മനസ്സിലാക്കണം. നമ്മൾ മുമ്പ് പിക്നിക് എന്ന് പറയുന്ന സിനിമയെ കണ്ടിട്ടുണ്ട്, പ്രേം നസീറിൻ്റെയൊക്കെ സിനിമ. അതിൽ എങ്ങനെയാണ് ഡാം കെട്ടുന്നതെന്നും ആ ഡാമിൻ്റെ ജല റിസർവയറിൻ്റെ വരുമ്പോൾ ആ സൈഡിലുള്ള ആൾക്കാരെയൊക്കെ എങ്ങനെ ഒഴിപ്പിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ളൊരു സിനിമയുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ഇതെല്ലാം. ഇവിടെ ഇത് 1955 ഇതിൻ്റെ ജോലി പൂർത്തിയാക്കിയത്. ആ സമയത്ത് ഇതെല്ലാം വനമേഖലയായിരുന്നു. അന്ന് ഇതിനകത്ത് താമസിച്ചിരുന്ന ആൾക്കാരെയെല്ലാം വേറൊരു ഭാഗത്തേക്ക് ഒഴിപ്പിച്ചിട്ടാവണം ഇതെല്ലാം ഇങ്ങനെ സജ്ജീകരിച്ചതെന്നും നമുക്ക് ഓർമ്മിക്കാൻ കഴിയുന്നു ഈ അവസരത്തിൽ നോക്കുമ്പോൾ ഉണ്ടല്ലോ. ഏതായാലും മനോഹരമായ വിഷ്വൽസാണ് നമുക്കിവിടെ വന്നാൽ കിട്ടുന്നത്. ഇങ്ങനെ മലനിരകൾ ഇങ്ങനെ ചുറ്റിക്കിടക്കുകയല്ലേ. ഇത്
നമ്മൾ കാർമേഘം മലനിരകളിൽ തട്ടി നിൽക്കുന്നത് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയും. അതെല്ലാം നല്ല തിക്ക് ഫോറസ്റ്റുകളാണ്. ആനകളും ശരിക്കും ആനകളും വന്യമൃഗങ്ങളും ഉള്ള ഒരു ഏരിയ കൂടിയാണ് ആ സൈഡ്. ഈ സൈഡ് ഇപ്പോൾ വലിയ കുഴപ്പമില്ല, സേഫ്റ്റി ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളിങ്ങോട്ട് വന്നപ്പോൾ ഉണ്ടല്ലോ, ആ സൈഡിലേക്ക് പോകാൻ പാടില്ല എന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്. മലമ്പുഴ റെക്കോർഡ് ചെയ്തതിന് ശേഷം പാലക്കാട് ടൗണിൽ വന്നിരിക്കുകയാണ്. ടൗണിൽ വന്നപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുന്ന സമയമായി. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, ഇവിടെ ടോപ്പിൻ ടൗൺ എന്ന് പറഞ്ഞ റെസ്റ്റോറൻ്റ് ഉണ്ട്, നല്ല ഫുഡ് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ വന്നിരിക്കുകയാണ് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതൊരു വളരെ ഫേമസ് ആയിട്ടുള്ള റെസ്റ്റോറൻ്റാണ് ടോപ്പിൻ ടൗൺ എന്ന് പറയുന്നത്. അപ്പോൾ ഏതായാലും ഊണ് കഴിച്ചു നോക്കട്ടെ, എങ്ങനെ ഉണ്ടെന്നറിയാം. ഓക്കെ, ഒരു നോർമൽ നമുക്ക് താലി മീൽ എന്നൊക്കെ പറയത്തില്ലേ, അതുപോലത്തെ ഇതാണ് വെച്ചിരിക്കുന്നത്. ഇവിടുത്തെ നമ്മൾ ഇപ്പോൾ ഫുഡെല്ലാം വന്നു കഴിഞ്ഞു. പാലട പ്രഥമനും വന്നു, തൈര് വന്നു, എല്ലാം വന്നു കഴിഞ്ഞു. ഇവിടെ സദ്യ ആണെങ്കിൽ നമുക്ക് നേരത്തെ ഓർഡർ ചെയ്യണം. അതിലാകുമ്പോഴത്തേക്ക് എല്ലാം പരിപ്പെല്ലാം കാണുമെന്ന് പറഞ്ഞു. ഇത് നോർമലി ഇവിടുത്തെ മെയിൻലി അവർ സാമ്പാറാണ് ആദ്യമേ ഉപയോഗിക്കുന്നതെന്നുള്ളതേ ഉള്ളൂ. ഏതായാലും ഉച്ചയ്ക്കത്തെ ഭക്ഷണം ഗംഭീരമായിരുന്നു എന്ന് തന്നെ പറയാം. എല്ലാ കറികളും നല്ല ടേസ്റ്റി ആയിരുന്നു. കൂടാതെ ഇവരുടെ സ്പെഷ്യൽ പായസം തന്നിട്ടുണ്ട്. അതൊന്ന് അടപ്പായസമാണ്. ഇവരിവിടെ ഉണ്ടാക്കിയ അടയിലുണ്ടാക്കിയ പായസം എന്നാണ് വന്നപ്പോഴേ പറഞ്ഞതുണ്ടല്ലോ. അത് സ്പെഷ്യൽ പായസമാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഏതായാലും നല്ല ടേസ്റ്റി ആയിരിക്കുന്നു. അതുകൊണ്ട് പാലക്കാട് വന്നപ്പോൾ ഉച്ചയ്ക്കത്തെ ഊണ് സുഭിക്ഷമായി എന്ന് തന്നെ പറയാം. ഞങ്ങൾ ഇനി പോകാൻ പോണത് ഒറ്റപ്പാലത്തേക്കാണ്. ഇവിടെ നിന്ന് ഏതാണ്ട് 45 മിനിറ്റ്സ് ടൈം എടുക്കുമെന്നാണ് പറയുന്നത്. ഞങ്ങൾ ഒറ്റപ്പാലത്ത് പോയി കഴിഞ്ഞാൽ കുറേ മനകളുണ്ട്. അവിടുത്തെ വിശേഷങ്ങളാണ് ഇനി അടുത്തതായിട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ പോകുന്നത്.